എപ്സ്റ്റീൻ ഫയലിൽ മൈക്കിൾ ജാക്സന്റെ ഫോട്ടോ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, അതിനകത്ത് വന്ന്. അപ്പോൾ ഞാനത് എപ്സ്റ്റീൻ ഫയലിനകത്ത് ആ ഒരു ഒഫീഷ്യൽ സൈഡിൽ പോയിട്ട് ഞാൻ ഫോട്ടോസ് ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് ഞാൻ ഈ ഫോട്ടോസൊക്കെ കണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വിഷമം, എൻ്റെ ഫീലിങ്സ് ഞാൻ എക്സ്പ്രസ് ചെയ്ത്. ഇതിൽ മൈക്കിൾ ജാക്സൺ വന്നത് എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാതാണ് അത്രയും ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടേക്കുന്നത്. സോ ഞാനത് ഡിഗ് ഔട്ട് ചെയ്ത് പോയപ്പം എനിക്ക് എല്ലാ ക്ലാരിറ്റിയും കിട്ടി. അത് ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. ജാക്സണും ബിൽ ക്ലിൻ്റണും ഡാനോ റോസും 2 മക്കളൊക്കെ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. അത് ബ്ലർ ചെയ്ത് ഗെറ്റി ഇമേജിൽ വർഷങ്ങളായിട്ട് മുമ്പ് വന്ന ഫോട്ടോസാണ് ആ എപ്സ്റ്റീൻ ഫയലിൽ കൊണ്ടിട്ടേക്കുന്നത്. അത് മീഡിയ മാനിപ്പുലേഷനാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു ഫോട്ടോയും കൂടെ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഫ്ലോറിഡയിൽ എപ്സ്റ്റീൻ്റെ വീട്ടിൽ എപ്സ്റ്റീനൊപ്പം മൈക്കിൾ ജാക്സൺ നിൽക്കുന്ന ഒരു ഫോട്ടോ. ഫ്ലോറിഡയിൽ എപ്സ്റ്റീനൊപ്പം മൈക്കിൾ ജാക്സൺ എങ്ങനെ എത്തി? അത് 2000 ആ ഒരു കാലഘട്ടത്തിൽ മൈക്കിൾ ജാക്സൺ ഭയങ്കര ലോസിൽ നിൽക്കുന്ന ഒരു ടൈമിൽ വീട് റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോറിഡയിൽ പോയി. എന്തായാലും ഒരു എലൈറ്റ് മെമ്പർ ആണല്ലോ എപ്സ്റ്റീൻ. സോ അയാളുടെ പാം ബീച്ചും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇത് വിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ അയാളെ പോയി വിസിറ്റ് ചെയ്തപ്പം ഉള്ള ടൈമിലുള്ള ഒരു ഫോട്ടോയാ. അപ്പം അബ്യൂസ് ചെയ്തപ്പെട്ട ഒരു ലേഡി ഈ മൈക്കിൾ ജാക്സനെ കണ്ടായിരുന്നു. അപ്പം എന്നിട്ട് ഈ തെളിവെടുപ്പിൻ്റെ അടുത്ത് ആ പെണ്ണിനോട് ചോദിച്ച്, നിങ്ങൾ മൈക്കിൾ ജാക്സൺ എന്തെങ്കിലും ചെയ്തോ, മൈക്കിൾ ജാക്സൺ അങ്ങനത്തെ രീതിയിൽ പോകുന്നത് നിങ്ങൾ കണ്ടോന്ന് ചോദിച്ചപ്പം ക്ലിയർ ആയിട്ട് നോ പറഞ്ഞ്. പക്ഷേ മൈക്കിൾ ജാക്സനെ കണ്ടെന്നുള്ളതായിരുന്നു അന്നത്തെ മീഡിയയിലെ ചർച്ചാ വിഷയം. അത് ഹെഡ്ലൈനായിട്ട് ഇങ്ങനെ ഫുള്ള് കൊടുത്ത് മൈക്കിൾ ജാക്സൺ എപ്സ്റ്റീനിൽ പെണ്ണ് കണ്ട് എന്നുള്ള രീതിയിൽ അന്നും മീഡിയയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എപ്സ്റ്റീന് കൂടുതലും മൾട്ടി ബില്യനേഴ്സ്, എലൈറ്റ് മെമ്പേഴ്സ്, റിച്ച് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു കൂടുതൽ കണക്ഷൻ. പക്ഷേ ഒരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ എപ്സ്റ്റീൻ ഫയലിൽ മെൻഷൻ ചെയ്ത എല്ലാ നെയിംസും ക്രൈം ചെയ്തിട്ടില്ല. ഓക്കെ, സോ മൈക്കിൾ ജാക്സൺ ക്രൈം ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ മോദിജീൻ്റെ പേരും അതിനകത്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ക്രൈം ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വൺ മോർ തിങ് എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോയ്ക്കകത്ത് ഓൾറെഡി ഞാനത് ക്ലിയർ അപ്പ് ചെയ്യും, അത് കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് വീണ്ടും കുറേ ആൾക്കാർ വന്നിട്ട് ഇങ്ങനല്ല, അങ്ങനാണ് അത് ഞാൻ ക്ലാരിഫിക്കേഷൻ തരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഓടി വന്നിട്ട് ഇങ്ങനെ കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഒരുത്തനാണെങ്കിൽ മൈക്കിൾ ജാക്സൺ കുണ്ടനാണെന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു. എന്ന് വെച്ചാൽ അവൻ കുണ്ടനായിട്ട് മൈക്കിൾ ജാക്സന്റെ ഒപ്പം പോയി കടന്നിട്ടുള്ള പോലെ അവൻ ഇങ്ങനെ പറയുന്നത്. ഓരോ ആൾക്കാർ ഓരോന്നിങ്ങനെ കുത്തിപ്പൊക്കുന്നതൊക്കെ നോക്കണേ, പണ്ടാരങ്ങള്.